ഇപ്പം നാട്ടിലൊക്കെ ആൾ ദൈവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമായത്. അത് എല്ലാ സമുദായങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് അതെ. എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ഈ അടുത്തിടയിൽ കൊട്ടാരക്കരയിലൊരു പാസ്റ്റർ, ഒരു സുവിശേഷൻ, അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ അത് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ വൈറലായിരുന്നു. ഒന്ന് രണ്ടുമല്ല, പല സംഭവങ്ങളും. ഇപ്പോൾ ഒരു വീഡിയോ കാണിക്കാം. വർഷമായിട്ട് മൂക്കടഞ്ഞ് ശ്വാസം വിടുവാൻ കഴിയത്തില്ലായിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥനയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ആ മൂക്കിൽ അടഞ്ഞിരുന്ന ദശ ഇന്ന് പുറത്തു വന്നു. അതായത് ആ മൂക്കിനകത്തിരുന്ന കല്ല് പോലുള്ള ദശയായത്. ഒരു കൊച്ചു കല്ലിന്റെ അത്രയുണ്ട് ഈ ദശ. ഈ മൂക്കിനകത്തിരുന്ന പ്രാർത്ഥിച്ചപ്പം ഓപ്പറേഷൻ ചെയ്താലും മാറുകയെന്ന് പറഞ്ഞത്. ഈ വീഡിയോ കണ്ടല്ലോ, കണ്ടു. എന്ത് തോന്നുന്നു? അല്ല, ഇപ്പം സാക്ഷരതയിൽ ഒന്നാമതാണെന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളും സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങളൊക്കെ വൈറലായി മാറുന്നതും ജനങ്ങളിലേക്ക് ഇത് എത്തുക എന്നുള്ളതും അത്ര നല്ലൊരു കാര്യമല്ല. കാരണം മെഡിക്കൽ സയൻസ് ഒക്കെ ഇത്രയും പ്രോഗ്രസീവായിട്ട് ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്ക് നാണക്കേടാണ്, സത്യം പറഞ്ഞാൽ. സാക്ഷര കേരളത്തിന് മാത്രമല്ല, സാംസ്കാരിക കേരളത്തിന് നാണക്കേടാണ്. അതെ അതെ. കാരണം കേരളത്തിൽ താമസിക്കുന്നവർക്ക് അത് ഭൂഷണമല്ല. ഇതിപ്പം ഈ നിരക്ഷരരായ ആളുകൾ താമസിക്കുന്ന സംസ്ഥാനത്തോ അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത, അതായത് അക്ഷരാഭ്യാസം ഇല്ലാത്ത സ്ഥലങ്ങൾ രാജ്യത്തൊട്ടേറെ സ്ഥലങ്ങളുണ്ട്, ഒട്ടേറെ ഉണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളിൽ ഒന്നും അറിയാത്ത ആളുകളുടെ ഇടയിൽ പോലും ഇത് ചെലവഴിക്കുന്നില്ല. അത് വിറ്റഴിക്കാൻ പാടാണ്. അവർ പോലും ഇത് വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് സാക്ഷര കേരളം എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരിൽ ഇന്ത്യയില് ഏത് സ്റ്റേറ്റ് എടുത്താലും അതിൽ വിദ്യാസമ്പന്നര് ഏറ്റവും കൂടുതൽ ഉള്ളവരെന്ന് അവകാശപ്പെടുന്ന, അഹങ്കരിക്കുന്ന ആളുകളാണ് മലയാളികൾ. ആ മലയാളികളുടെ ഇടയിൽ ഇത്രയും സംസ്കാര ശൂന്യത, അതിൽ കൂടുതൽ എന്താ പറയുന്നത്? അത് കച്ചവടം നടത്തുന്നു. ആ കച്ചവടം നടത്തുന്നവരും അത് വാങ്ങിക്കുന്നവരും അവരെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞ പോലെ നികൃഷ്ട ജീവികളെന്നേ പറയാൻ പറ്റൂ. ആ വാക്കാണ് അവിടെ ചേരുന്നത്. ഇത്രയും നികൃഷ്ട ജീവികളുണ്ടോ? അപ്പൊ നികൃഷ്ട ജീവികൾ പല രൂപത്തിലും ഭാവത്തിലും വരുന്നുണ്ട്. ഇതിപ്പോ ഇദ്ദേഹം അസുഖം ഭേദമാക്കുക, ചികിത്സിക്കുകയാണ്. അസുഖം ഭേദമാക്കുക. ഈ അസുഖം ഭേദമാക്കിയ ആളുകളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാൽ അവരെ ഒന്ന് പോയി കണ്ട് അവരുടെ ഒരു അഭിപ്രായം നമുക്ക് എടുക്കുന്നത് നല്ലതല്ലേ? കാരണം കൂടുതൽ ആളുകളെ ഈ ചികിത്സിച്ച് ഇതുപോലെ അസുഖം ഭേദമാക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സയൻസിന്റെയോ മെഡിക്കൽ സയൻസിന്റെ ഒന്നും ആവശ്യമില്ല, ആശുപത്രികളുടെ ഒന്നും ആവശ്യമില്ല. കോടികൾ ചെലവാക്കി എന്തിനാ ഈ രാജ്യത്ത് ആശുപത്രികൾ? ഇവിടെ കേരളത്തിൽ തന്നെ എത്രയോ കോടാനുകൂടി രൂപ ചെലവാക്കിയല്ലേ ഓരോ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയൊക്കെ പണിയത് ഉയർത്തുന്നത്. അവിടെ എല്ലാം രോഗികളുടെ തെള്ളാണ്. അപ്പൊ അതൊക്കെ ഒഴിവാകുമല്ലോ. സാമ്പത്തിക ലാഭം, പിന്നെ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് ആശ്വാസം, ഇതെല്ലാം ഒഴിവാകത്തില്ലേ? ഇതുപോലുള്ള ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ, സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങളും ഇതുപോലെ ശക്തിയുള്ള ആളുകളും. അദ്ദേഹം അപ്പോസ്തലനാണ് കേട്ടോ. അപ്പോസ്തലനൊക്കെ ഇപ്പം ഇത് പറ്റും. വിശുദ്ധ ബൈബിളിൽ പറയുന്നത് അപ്പോസ്തലന്മാരുടെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെ തൊട്ടും അവര് പ്രാർത്ഥിച്ചൊക്കെ അസുഖം ഭേദമാക്കും. നമുക്ക് മരുന്നിന്റെയോ ആവശ്യമില്ല. പിന്നെ ഇത് ഇദ്ദേഹം ഇത് ചെയ്ത ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത് അദ്ദേഹം കാണിച്ചത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നതല്ലേ? ചികിത്സിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ച് ഭേദമാക്കിയെന്ന് അദ്ദേഹം കാണിച്ചു തരിക. ആ കാണിച്ചു തന്നപ്പോൾ അത് നമ്മള് അതിനെ മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒന്നുമില്ലെങ്കിലും ആ നാട്ടുകാരെങ്കിലും, കൊട്ടാരക്കര ഉള്ളവരെങ്കിലും. കൊട്ടാരക്കര സ്ഥലം അറിയാവോ? അറിയാല്ലേ? എവിടെ സ്ഥലം? എവിടെ? എന്റെ പാലായില്. ആ പാലക്കാർക്ക് കൊട്ടാരക്കര അറിയാം. അപ്പൊ കൊട്ടാരക്കര ഉള്ളവരെങ്കിലും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം. അത് വേണ്ടതാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കൂടെ പ്രചരിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇത്ര ആൾക്കാരിലോട്ട് ഇത് എത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ചുരുക്കം ആളുകളിലേക്ക് ഒതുങ്ങി പോകും, അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മാത്രം. അല്ല, ഇദ്ദേഹത്തിന്റെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് ലോകം മൊത്തവും
അറിയപ്പെടുന്ന ശുശ്രൂഷയാണ്. എന്നല്ല, കൊട്ടാരക്കരയിലെ ഞാൻ കൊട്ടാരക്കരക്കാരനാണ്, ആ, എനിക്കറിയാം. ആ, അവിടെ 1-2 ആശുപത്രികൾ പൂട്ടിപ്പോയി. ആ, ഇദ്ദേഹത്തിന്റെ ചികിത്സ കാരണം പൂട്ടി. ഇദ്ദേഹത്തിന്റെ ചികിത്സ, ഇദ്ദേഹത്തിന്റെ ഇതുപോലുള്ള അത്ഭുത രോഗശാന്തി ശുശ്രൂഷ കാരണം അവിടെ ഒന്നല്ല, ഒരു ഹാർട്ട് ഹോസ്പിറ്റല്, പേര് ഞാൻ പറയുന്നില്ല, ഒരു ഹാർട്ട് ഹോസ്പിറ്റല് പൂട്ടി. ആശുപത്രിയെ നിർത്തി. കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിനടുത്താണ്, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനടുത്താണ്. കുടുംബത്തിലേക്ക് പോകുന്നത് ഇദ്ദേഹം ഈ ആശുപത്രിയുടെ മുന്നിലൂടെയാണ് പോകുന്നത്. അപ്പം പോവുകയും വരികയും, ഈ ആശുപത്രിയുടെ മുന്നിലൂടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നതിന്റെ ഇതും കൂടെ ആയിരിക്കണം, അതിന്റെ ഒരു ശക്തി കൊണ്ടായിരിക്കണം. ആശുപത്രി എന്തായാലും അകാലത്തിൽ. അപ്പൊ സത്യത്തിൽ ആശുപത്രി മുതലാളിമാർക്കൊക്കെ ഒരു ഭീഷണിയാണ് ഇദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. ആശുപത്രി മുതലാളിമാർക്ക് ഭീഷണിയൊന്നുമില്ല. ആശുപത്രി മുതലാളിമാർക്ക് അവർക്ക് പിന്നെ ആ കാശ് കൊണ്ട് വേറെ എന്തെങ്കിലും തുടങ്ങിക്കൂടും. ആശുപത്രി തുടങ്ങുന്നതിനേക്കാളും അവർക്ക് ലാഭമല്ലേ. അതെ, മരുന്ന് ടെൻഷൻ വേണ്ടല്ലോ. മരുന്ന് കമ്പനികളും ആശുപത്രികളും ഒക്കെ ഉടനെ അപ്പൊ പൂട്ടി പോകുന്നതാണ് പറയുന്നത്. മിക്കവാറും പിന്നെ കൊട്ടാരക്കര മിക്കവാറും പിന്നെ ആശുപത്രികളൊക്കെ മിക്കവാറും പൂട്ടും. കാരണം ഒരാശുപത്രി പൂട്ടി. ഏതാ ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്ന ആശുപത്രിയായിരുന്നു, ഹാർട്ട് ആശുപത്രിയായിരുന്നു. അതൊരു പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടിയായിരുന്നു അദ്ദേഹം ആശുപത്രി പൂട്ടി. കാരണം ഇദ്ദേഹം അതിന് മുന്നിൽ കൂടെ ഭൂമി വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉള്ളവരെ ഇദ്ദേഹം പ്രത്യേകം ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട്. പിന്നെ ക്യാൻസർ പ്രത്യേകം പിന്നെ പുള്ളി പ്രാർത്ഥിച്ച് ഭേദമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാൻസർ സെന്ററിന്റെ പോലും ഒരു ആവശ്യങ്ങളില്ല. ഇദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട്, അല്ലാതെ അദ്ദേഹം RCC വന്ന പിന്നെ ഇതില് പിന്നെ ശുശ്രൂഷ നടത്തിയ ആളുകളെല്ലാരെയും ഭേദമാക്കി വിട്ടേനെ. ഇത് സർക്കാർ എന്താ ഇദ്ദേഹത്തെ കാണാത്തെന്ന എന്റെ ഒരു ചിന്ത. ഞാൻ ആലോചിക്കുന്നത് എന്താ, അവർക്ക് അതിൽ നിന്ന് പൈസ മോഷ്ടിക്കാനോ കാര്യങ്ങളോ നടക്കില്ലല്ലോ സർക്കാർ ഡോക്ടർ. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു ഭരണകൂടം ഉണ്ട്, ഇരട്ടച്ചങ്കനാണ് പിണറായി എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ വിശ്വസിക്കുന്നതാണ്, ഞാൻ വിശ്വസിക്കുന്നതാണ് അത് ഒരു ഇരട്ടച്ചങ്കനാണെന്നാ. അദ്ദേഹത്തിന് സർക്കാർ പോലും ഇതുപോലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യാത്ത എന്താന്നാ, അദ്ദേഹം കണ്ടിൽ നടിക്കുന്ന എന്തിനാന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ട് സർക്കാർ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഇദ്ദേഹത്തെ പിന്നെ ഉപയോഗിക്കുന്നില്ല? ഇദ്ദേഹത്തെ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മുഴുവൻ രോഗികളും പിന്നെ അസുഖം ഭേദമാകത്തില്ലേ? അവരുടെയൊക്കെ രോഗികളുടെ അസുഖം ഭേദമാകും. ഇത് പിന്നെ കൊട്ടാരക്കര ആശുപത്രി മാത്രമല്ല, പിന്നെ കോട്ടയം റൂട്ടിൽ ഒരു നിർമ്മല ആശുപത്രി ഉണ്ടായിരുന്നു, അതും പിന്നെ പൂട്ടി. പിന്നെ ഒരു മണ്ണിൽ ആശുപത്രി, തിരുവനന്തപുരം റൂട്ടിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, മണ്ണിൽ ആശുപത്രി, അതും പൂട്ടി കിടക്കുക. അത് കുറെ നാളുകളായിട്ട് പൂട്ടി. സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും കഴിവുള്ള ഒരാളായതുകൊണ്ട് ആശുപത്രിക്കാർക്ക് നഷ്ടമാണ്. ഇത് ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനാലയത്തിന്റെ പിന്നെ ഒരു വെളിപ്പാടകലെയാണ് ഈ 3 ആശുപത്രികൾ, ഈ പൂട്ടിപ്പോയ 3 ആശുപത്രികൾ. ഇദ്ദേഹത്തിന്റെ ചൈതന്യം കൊണ്ട് അങ്ങ്, ഇദ്ദേഹത്തിന്റെ ചൈതന്യം, ഇപ്പൊ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിനോട് അടുത്ത് കിടക്കുന്ന പിന്നെ ആളുകൾക്കും ഇതുപോലുള്ള ശക്തി കൊണ്ട് അവരുടെ അസുഖങ്ങളെല്ലാം ഭേദം. അതുകൊണ്ടായിരിക്കും ഈ തൊട്ടടുത്തുള്ള ആശുപത്രികളാണ് ഈ 3 എണ്ണം. പിന്നെ ചില ആശുപത്രികളൊക്കെ ഭീഷണി നേരിടുന്നുണ്ട്. ആശുപത്രിയിൽ രോഗികൾ കുറവാണ്, ജീവനക്കാർക്കൊന്നും ജോലിയില്ല. ആശുപത്രി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ജീവനക്കാരുടെ കുടുംബം പൂട്ടത്തില്ല, കുടുംബം പട്ടിണിയാവത്തില്ല. ആശുപത്രി പൂട്ടിയാൽ കുടുംബം പട്ടിണിയാവും. അപ്പൊ ഇദ്ദേഹം പ്രഗത്ഭനാണ്, പ്രതിഭാശാലിയാണ്. ഇതുപോലുള്ള അത്ഭുത രോഗശാന്തി ശുശ്രൂഷയൊക്കെ ഈ രോഗിയുടെ അടുത്ത് വരുമ്പോൾ തന്നെ അങ്ങ് മറിഞ്ഞു വീണ് അവരുടെ രോഗം പിശാചിന്റെ രൂപത്തിൽ രോഗമൊക്കെ അങ്ങ് മാറിപ്പോവുക. ഇവരെയൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിലേ, ഇപ്പം ഇതുപോലെ അസുഖം ഭേദമായ ആളുകളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നമുക്ക് അവരെ പോയതുകൊണ്ട് അവർക്ക് പിന്നെ അസുഖം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കിപ്പം പൂർണ്ണമായി അവരുടെ അസുഖം ഭേദമായോ എന്നൊക്കെ ഒന്ന് കാണാമായിരുന്നു. അത് ഞാൻ അവിടെ അന്വേഷിച്ചപ്പം അതിന്റെ ഒന്ന് അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഒന്നും തരാൻ അവരാരും തയ്യാറല്ല. ഞാൻ പലരോട് ചോദിച്ചു, അല്ല എങ്ങനെ നമ്മളത് ഉപയോഗിച്ച് വേറെ വല്ല പഠിച്ച് വല്ല രോഗശാന്തിയൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ആൾക്കത് നഷ്ടമാണല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അത് ആൾക്ക് ഈ പാസ്റ്റർക്ക് നഷ്ടം പിന്നെ സംഭവിക്കുന്നില്ലല്ലോ. കാരണം ആളുകൾ ഇങ്ങനെ കൂടി വരുമല്ലോ, ഇത് അറിഞ്ഞറിഞ്ഞ് കൂടി വരുമല്ലോ. അതിന് ഭയങ്കര ലാഭമാണ്. കാരണം അവിടെ വരുന്നവരുടെ സംഭാവനയും പിന്നെ ദശാംശങ്ങളും പിന്നെ ഒക്കെ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് അവരോട് ലാഭമല്ലേ, കൂടുതൽ ആളുകൾ അറിയുകയല്ലേ. ഇപ്പൊ ഞാനിപ്പോ അവരുടെ പ്രാർത്ഥനാലയത്തിൽ തന്നെ ഞാൻ പല ആളുകളോട്, അവിടെ ചെല്ലുന്ന പല ആളുകളോട് ഞാൻ ചോദിച്ചു, ഇതുപോലെ അസുഖം ഭേദമായ ആളുകളുടെ ആരുടെയെങ്കിലും നമ്പരോ വല്ലതും കിട്ടുമോ, എനിക്കൊന്ന് പോയി ഒന്ന് കാണാനാണ്, കണ്ടിട്ട് അവരുമായിട്ടൊന്ന് സംസാരിക്കാനാണ്. അപ്പൊ അവര് പറഞ്ഞു, അത് ഞങ്ങൾക്ക് അങ്ങനെ തരാനുള്ള റൈറ്റ് ഇല്ല, അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ അല്ലെങ്കിൽ ഇനി
ഇതുപോലെ നടക്കുമ്പം അവിടെ ചെന്നിട്ട് അവരെ നേരിട്ട് അവിടെ ചെന്ന് കാണണം. പക്ഷെ അല്ലെ നമ്മുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ളവരെ കാണിക്കുന്നില്ല അവിടെ. ആ, അതല്ലയോ പ്രശ്നം. നമ്മുടെ പരിചയത്തിലുള്ള ആരെയെങ്കിലും ഇതുപോലെ അസുഖം ഭേദമാക്കി കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു അറിയാം. ഇന്നാളുടെ അസുഖം. ഇത് നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആളുകളാണ് പുള്ളിയെടുത്ത് വരുന്നത്. കൊട്ടാരക്കരക്കാരല്ല കൂടുതലും വരുന്നത്, പുറത്തുനിന്നുള്ള പുറത്തുനിന്നുള്ള ആളുകളാണ്. അല്ലെങ്കിലും കൊട്ടാരക്കരക്കാർ അടുത്തുള്ളവർക്ക് വില കാണത്തില്ലെന്നാണല്ലോ പറയുന്നത്. അതങ്ങനെ ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ഇത് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്, അതെ. അവർക്കൊരു വില കിട്ടിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. പറയപ്പെടുന്നത്. അതുപോലെയാണ് ഇദ്ദേഹത്തെ കൊട്ടാരക്കരക്കാരല്ല ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നതും ഇദ്ദേഹത്തിന് മുന്നിൽ വരുന്നതും ഇദ്ദേഹത്തിന്റെ ആ എന്തോ ശക്തി ശക്തിയൊന്നും തിരിച്ചറിയുകയൊന്നും ചെയ്യുന്നില്ല. എല്ലാം പുറത്തുള്ള ആളുകൾ. പുറനാട്ടുകാരാണ്. കൊട്ടാരക്കരക്കാർ വന്നിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എങ്ങനെയാണെന്നെങ്കിലും അറിയാമായിരുന്നു. അറിയാം.